ഒരു കുട്ടീനെ ഒരു പേരന്റിന്റെ കൂടെ ചേർത്ത് നിർത്തിയിട്ട് മറ്റേ പാർട്ട്ണറെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം സൈഡിൽ. അപ്പൊ അതിനു വേണ്ടി ചിലപ്പോ ഈ കുട്ടികൾക്ക് അവര് ചോദിക്കണ എല്ലാം വാങ്ങിക്കൊടുക്കുക, എല്ലാം ഇത് എന്താ പറയാ പൈസ ഒക്കെ കൊടുക്കുക, സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, വഴക്ക് പറയാണ്ടിരിക്കുക, തെറ്റ് ചെയ്താൽ പോലും നോ പറയാതിരിക്കുക. അപ്പൊ അതൊക്കെ ഈ പേഴ്സണാലിറ്റി പ്രോബ്ലം ഉള്ള പേരന്റാ ചെയ്യാ. അല്ലാത്ത പക്ഷം കുട്ടി നന്നാവണം, കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ള മനസ്സുണ്ടാവണം, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയിലേക്ക് കുട്ടീനെ നീക്കണം, ആത്മവിശ്വാസമുള്ളതായിട്ട് കുട്ടി വളരണം എന്നല്ലല്ലോ അവർ ആഗ്രഹിക്കുക. എൻ്റെ ഭാഗത്ത് നിൽക്കണം എന്നുള്ള അതീവ സെൽഫിഷ് ആയിട്ടുള്ള ഒരു എലമെന്റ് മാത്രമല്ലേ ആ പേരന്റിനുള്ളൂ. അപ്പൊ അതൊക്കെ ടോക്സിക് എലമെന്റ്സ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഒരു ടീനേജിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു നാർസിസ്റ്റിക് ട്രേറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റുക? ആൻഡ് വാട്ട് ക്യാൻ വി ഡു അബൌട്ട് ഇറ്റ്? ഇപ്പോൾ ആസ് ദ സെയിങ് ഗോസ് ദേ ആർ സോ ഫുൾ ഓഫ് ദെംസെൽസ് എന്ന് പറയുമല്ലോ. ഓക്കെ, നമ്മുടെ കുട്ടികളിലെ എമ്പതി കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വേറൊരാളുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ട് പറയുമ്പോൾ അതിനിപ്പോൾ എന്താ വൈ ബോദർ, ഐ ഡോണ്ട് കെയർ എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനുഷ്യക്കുട്ടികളുടെ മാതിരി ആ ഒരു ഹ്യൂമൻ ഒരു എംപത്തറ്റിക് സാധനം അവർക്ക് കുറയാണോ എന്ന് നമ്മൾ സംശയിക്കണം.